പൂപ്പാറ കാട്ടാന ആക്രമണത്തിൽ മരിച്ച ഒച്ചുതേവരുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയത് തമിഴ്നാട് തേനി മെഡിക്കൽ കോളേജിലേക്ക്. നാട്ടുകാരും ബന്ധുക്കളും കൊച്ചി ധനുഷ്കോടി ദേശീയപാത ഉപരോധിക്കുന്നു. ഉടുമ്പൻചോല MLA സേനാപതി വേണു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി സിബി ജോസഫാണ് ചേർന്നത്. സിബി, ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണോ? എന്താണ് വിവരങ്ങൾ? ഈ പ്രതിഷേധം ഇപ്പോൾ അവസാനിപ്പിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ പൂപ്പാറിലെ കാട്ടാന ആക്രമണത്തിന് ശേഷം വലിയ പ്രതിഷേധമാണ് ഉണ്ടായത്. ഇതിൽ കൊല്ലപ്പെട്ട ഒച്ചുദേവർ 62 വയസ്സായിരുന്ന ഒച്ചുദേവരുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയപ്പോൾ ഈ ബന്ധുക്കളോ മകനോ അറിയാതെ തമിഴ്നാട് തേനി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആരോപണം. അതായത് ബന്ധുക്കളുടെ അനുമതി ഇല്ലാതെ അല്ലെങ്കിൽ അവരോട് ചോദിക്കാതെ സംസാരിക്കാതെയാണ് ഈ തമിഴ്നാട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോയെന്ന ഒരു വലിയ പരാതി അവർ ഉന്നയിച്ചു. തൊട്ടടുത്ത് ഇടുക്കി മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്നു. പക്ഷെ ആ മെഡിക്കൽ കോളേജിൽ ഡോക്ടർ അല്ലെങ്കിൽ സർജൻ ഉണ്ടായിരുന്നില്ല എന്നുള്ള ഒരു വിവരമാണ് ലഭിക്കുന്നത്. അങ്ങനെ സർജൻ ഇല്ലാത്തതുകൊണ്ട് പിന്നീട് തേനി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ അത് ബന്ധുക്കളെ മകൻ ഉൾപ്പെടെ ഉണ്ടായിട്ട് പോലും അവരോട് സംസാരിക്കാതെ പെട്ടെന്ന് കൊണ്ടുപോയി എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നീട് അവർ ദേശീയപാതയിൽ ഇറങ്ങി പ്രതിഷേധിച്ചു. വലിയ പ്രതിഷേധമുണ്ടായി. പ്രത്യേകിച്ച് ആ ഒരു മേഖലയിൽ ആനയുള്ള പ്രദേശമായിരുന്നു. അവിടുന്ന് കൃത്യമായ ഒരു അടക്കമുള്ള സംഘം കൃത്യമായ രീതിയിൽ ഇങ്ങനെ ആനയുടെ ശല്യമുണ്ട് എന്നുള്ള വിവരം നൽകിയില്ല എന്നുള്ളൊരു ആരോപണമാണ് അവിടുത്തെ നാട്ടുകാർ ഉന്നയിക്കുന്നത്. പക്ഷേ ഇവിടെ വനംവകുപ്പും പോലീസും വ്യക്തമാക്കുന്നത് അത് കൃത്യമായി വിവരം നൽകിയിരുന്നു. പക്ഷേ ആ വിവരം അവഗണിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അറിയാതെയോ ഇയാൾ എത്തിയതാകാം ഇത്തരത്തിൽ കാട്ടാന ആക്രമണത്തിൽ ഇരയാകാൻ കാരണമെന്നുള്ളതാണ് ഇപ്പോൾ പോലീസും അതുപോലെ വനംവകുപ്പും പറയുന്നത്. എന്തായാലും മണിക്കൂറോളം ഈ കൊച്ചി ധനുഷ്കോടി ദേശീയപാത ഉപരോധിച്ചു. വലിയ ഗതാഗത കുരുക്കുണ്ടായി. സ്ഥലത്ത് പിന്നീട് ഉടുമ്പൻചോല MLA സേനാപതി വേണു എത്തുകയായിരുന്നു. MLA പ്രതിഷേധക്കാരുമായി സംസാരിച്ചു. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ ഒരു പ്രതിഷേധം ഇപ്പോൾ അവസാനിപ്പിച്ചിട്ടുണ്ട്. ഉടുമ്പൻചോല MLA സംസാരിച്ച് ചില ധാരണ ഉണ്ടാക്കി. അതായത് ഈ 10 ലക്ഷം രൂപ വനംവകുപ്പ് ഈ മരിച്ച ആളുടെ ബന്ധുക്കൾക്ക് നൽകും. ആദ്യ ഗഡുവായി 5 ലക്ഷം രൂപ ഇന്ന് തന്നെ കൈമാറും. അതുകൂടാതെ വനംവകുപ്പ് 4 ലക്ഷം രൂപ, റവന്യൂ വകുപ്പ് 4 ലക്ഷം രൂപ കൈമാറും എന്നുള്ളതാണ് ഇപ്പോൾ അറിയിക്കുന്നത്. അതായത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം തേനി മെഡിക്കൽ കോളേജിൽ തന്നെയാണ് പോസ്റ്റ്മോർട്ടം നടത്തുക. അതിനുശേഷം ബന്ധുക്കൾക്ക് നൽകും. എന്തായാലും വലിയ വീഴ്ചയാണ് വനംവകുപ്പിന്റെയും പോലീസിന്റെ ഭാഗത്തും ഉണ്ടായെന്നുള്ളതാണ് ഇപ്പോൾ ഈ നാട്ടുകാരും ഈ ബന്ധുക്കളും ആരോപിക്കുന്നത്. പ്രധാനമായും ഈ ആള് മരിച്ച ആൾക്ക് അല്ലെങ്കിൽ ചികിത്സ വൈകി, അതായത് ഈ ആനയുടെ ആക്രമണം ഉണ്ടായിട്ടും മണിക്കൂറുകൾ ചികിത്സ വൈകി എന്നുള്ളൊരു ആരോപണം ഉന്നയിക്കുന്നു. RRT സംഘം അവിടെ എത്താൻ വൈകി. അതിനുശേഷം ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയാണ് മരിച്ചത്. പിന്നീട് ഈ ബന്ധുക്കൾ ചോദിക്കാതെ തൊട്ടടുത്തുള്ള തമിഴ്നാട്ടിലെ തേനി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി എന്നുള്ള ആരോപണം കൂടി ഉന്നയിക്കുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് അവിടെ ഉണ്ടായത്. ശരി, CBC ജോസഫാണ് ഇടുക്കിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.